നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. പൂക്കോം ശ്രീ ചോക്കിലോട്ട് മൂയിലം ശിവക്ഷേത്രം ധ്വജപ്രതിഷ്ഠ നവീകരണ കലശ മഹോത്സവത്തിന്റെ ഭാഗമായി നിത്യ അന്നദാന പ്രഖ്യാപന സമ്മേളനം സംഘടിപ്പിച്ചു. സ്വാമി യോഗാനന്ദ സരസ്വതി ഉദ്ഘാടനവും പ്രഖ്യാപനവും നിർവഹിച്ചു. പൂക്കോം ശ്രീ ചോക്കിലോട്ട് മൂയിലം ശിവക്ഷേത്ര ധ്വജപ്രതിഷ്ഠ നവീകരണ കലശ മഹോത്സവത്തിന്റെ ഭാഗമായി നിത്യ അന്നദാന പ്രഖ്യാപന സമ്മേളനം സംഘടിപ്പിച്ചു. ഉപ്പള കൊണ്ടേവൂർ നിത്യാനന്ദ യോഗാശ്രമത്തിലെ സ്വാമി യോഗാനന്ദ സരസ്വതി ഉദ്ഘാടനവും പ്രഖ്യാപനവും നിർവഹിച്ചു. അതേപോലെ മൊത്തം ലോകത്തേക്ക് ഭാരതം ഒരു ദൈവത്തിൻ്റെ മുറിയാണ്. നമ്മളെ ഭഗവാന്റെ മുറിയിൽ ഇരുന്നോ ദൈവം കൊടുത്തി ഭഗവാന് ഉപാസന ചെയ്യുന്നത് എന്തിനാണ്? ഈശ്വരാനുഗ്രഹം നേടി ആ അനുഗ്രഹത്തോടെ അടുത്ത് നമ്മളെല്ലാം എന്തെല്ലാം പ്രവർത്തിക്കുന്നു അതെല്ലാ പ്രവൃത്തിയിലും ഈശ്വരൻ്റെ അനുഗ്രഹം കൂടെ ഉണ്ടാവട്ടെ എന്നാണ്. ഈശ്വരൻ ഇല്ലാതെ നമുക്ക് ജീവിതമില്ല. അതുകൊണ്ട് ലോകത്തേക്ക് ഇവിടെ അനുഷ്ഠാനം തപസ് ചെയ്യുന്ന ഒരു തപോഭൂമിയും ഭഗവാൻ അവതരിച്ച പുണ്യഭൂമിയും ഈ ഭൂമിയിലുള്ള തീർത്ഥജലവും പുണ്യക്ഷേത്രം ലോകത്തിലെവിടെയുമില്ല. ചടങ്ങിന് ചന്ദ്രൻ ചന്ദ്രോത്ത് അധ്യക്ഷത വഹിച്ചു. പാറോളി ഇല്ലത്തെ ഉണ്ണി നമ്പൂതിരി മുഖ്യ പ്രഭാഷണം നടത്തി. ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അമൃത് കടഞ്ഞപ്പോൾ ആ അമൃത് മുഴുവനും എല്ലാവർക്കും അമൃതേ വേണ്ടു. എല്ലാവർക്കും അമൃത് വേണം. എല്ലാ ദേവന്മാർക്കും ദേവന്മാർക്കും മറ്റന്മാർക്കും ഒക്കെ അമൃത് വേണം. കാരണം അമൃത് കഴിച്ചാലേ ആയുസ് ഉണ്ടാവുള്ളൂ, രോഗം ഇല്ലാതിരിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതാണ് വേണ്ടത്. ആ നന്മയുടെ വശം ആ പൂർണ്ണമായിട്ടും ആ അമൃത് ഭുജിക്കാൻ വേണ്ടി എല്ലാവരും തിരക്കുപിടിക്കുന്നത് വേണ്ട മഹാദേവന്റെ മുഖത്ത് ചെറിയൊരു മ്ലാനതാണ്. അപ്പൊ ഭർത്താവോട് സ്നേഹമുള്ളമായ ഭാര്യമാർക്ക് മനസ്സിലാകുന്നതാകാം എന്താ ഭഗവാന്റെ മുഖത്തൊരു പ്രസാദം കുറവ്. ടി രാജശേഖരൻ പദ്ധതി വിശദീകരണം നിർവഹിച്ചു. ഹരികൃഷ്ണൻ ആലച്ചേരി, ടി രമേശൻ പയ്യന്നൂർ, പ്രേമൻ മാസ്റ്റർ വി പി, ബാലകൃഷ്ണൻ എ, പ്രകാശൻ മാസ്റ്റർ പി, രാജേന്ദ്രൻ മംഗലാട്ട്, ദാമോദരൻ കെ പി, വിനോദ് എം കെ എന്നിവർ ചടങ്ങിൽ സാന്നിധ്യമരുളി. ചടങ്ങിന് എൻ ജിതേന്ദ്രൻ മാസ്റ്റർ സ്വാഗതവും രാജീവ് ശ്രീപാദം നന്ദിയും പറഞ്ഞു. ധ്വജപ്രതിഷ്ഠ നവീകരണ മഹോത്സവത്തിന്റെ 10ാം ദിവസമായ ഇന്ന് രാവിലെ ഗണപതി ഹോമം, മണ്ഡപത്തിൽ പൂജ, പ്രായശ്ചിത്താദി ഹോമങ്ങൾ, വാഹന കലശപൂജ, ശയ്യാപൂജ, രുദ്രകലശപൂജ, വാഹന ബിംബോദ്ധാരം, വാഹന ബിംബശൈലിയിലേക്ക് എഴുന്നള്ളിക്കൽ, ശിരസ് തത്വഹോമം, കുംഭേശ കർക്കരി പൂജ, മണ്ഡപ പൂജ എന്നിവയും നടന്നിരുന്നു. വൈകുന്നേരം നടക്കുന്ന ആധ്യാത്മിക പ്രഭാഷണത്തിന് ഹരികൃഷ്ണൻ ആലച്ചേരി നേതൃത്വം നൽകും. തുടർന്ന് കാട്ടുമാടം കളരിയുടെ കളരി പ്രദർശനവും നടക്കും. നാളെ രാവിലെ 8 മണിക്കാണ് ധ്വജപ്രതിഷ്ഠ മുഹൂർത്തം. സമഗ്ര ന്യൂസ്, പാനൂർ.